BKF-ലെ അക്ഷരം വേദിയിലെ ഏതാണ്ട് അവസാനത്തെ സെഷനുകളൊന്നാണ് നടക്കുന്നത്. പ്രവാചകചര്യയുടെ സനാതനത്വം ആണ് വിഷയം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ, അവിടുന്ന് മുന്നോട്ട് വെച്ച പഠിപ്പിച്ച മൂല്യങ്ങൾ, ജീവിത രീതി, മാനുഷികമായ പ്രശ്നങ്ങളോടുള്ള നിലപാടുകൾ, ഇതെല്ലാം മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അതിൽ നമുക്ക് സംശയമില്ല എന്നല്ല, തികഞ്ഞ കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പുതിയ കാലത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി പഴയ കാലത്തെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊട്ടും ഭിന്നമൊന്നുമല്ല. പുതിയ കാലം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പുതിയ കാലത്തെ മനുഷ്യന് പുതിയ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിൽ ചിന്തിച്ചു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന സ്വഭാവം ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെന്നും എല്ലാ കാലത്തും, പുരാതന മനുഷ്യനാണെങ്കിലും ആധുനിക മനുഷ്യനാണെങ്കിലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ വൈകാരികവും ബുദ്ധിപരവുമായ ശേഷിയും സ്വഭാവവും അതും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ചെറിയ പ്രാക്ടിക്കലായ സാഹചര്യത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും സമാന സ്വഭാവമുണ്ട്. ജാഹിലിയ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ, അന്നത്തെ ഒരു പ്രാചീന ലിബറലിസത്തിൻ്റെ കാലത്ത് മനുഷ്യർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, മനുഷ്യ സമൂഹം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, അത് ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ അതിൻ്റെ പുതിയ വേർഷനുകളാണ് ഇന്നത്തെ കേരളീയ സമൂഹവും ആഗോള സമൂഹമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ലഹരിയുടെ നീരാളിക്കൈകളിലൂടെ കടന്നു പോകുന്ന കേരളം. ലഹരിയിലേക്ക് പോകുന്ന തലമുറയുടെ മനോതലം എന്തിന് ലഹരിയിലേക്ക് പോകുന്നു, അതുപോലെ നിരന്തരമായ അക്രമ പ്രവർത്തനങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ, മാനസിക സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അഴിമതി, വംശീയത, രാഷ്ട്രീയമായ അക്രമപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പുതിയത് മാത്രമല്ല പഴയത് കൂടിയാണ്. അതിനോടൊക്കെ ഏറ്റവും ആധുനികമായ രീതിയിൽ തന്നെ പ്രവാചകചര്യകൾ ഇടപെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രവാചകചര്യകളിലൂടെ ആധുനികമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സെഷനാണ് നമ്മുടേത്. അതോടൊപ്പം വിദ്യാർത്ഥികൾ എന്ന നിലക്ക്, പുതിയ കാല പ്രബോധകരെന്ന നിലക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഓഡിയൻസ് ഭൂരിപക്ഷവും ആ വിഭാഗത്തിൽ നിന്നുള്ളതാണല്ലോ. പ്രവാചകചര്യവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമുമായി ബന്ധപ്പെട്ടും ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അതിനോട് എങ്ങനെ സർഗാത്മകമായും സക്രിയമായും പ്രതികരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി അൽ ബുഖാരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മഹബ്ബ ട്വീറ്റുകൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഒരു ചർച്ച കൂടെ ഇതിൻ്റെ അനുബന്ധമാണ്. പ്രവാചകചര്യയെ, പ്രവാചക ജീവിതത്തെ പുതിയ കാലത്തിന് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണം, പ്രവാചക ജീവിതം പ്രശ്നവൽക്കരിക്കപ്പെടുമ്പോൾ അതിനോട് സർഗാത്മകമായി എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ നമുക്ക് മുമ്പിൽ ഏറ്റവും വിജയകരമായൊരു മാതൃക കാണിച്ച ഉസ്താദിൽ നിന്നും അതിൻ്റെ അനുഭവങ്ങൾ കൂടെ കേൾക്കുക എന്നത് ഈ സെഷൻ്റെ താല്പര്യമാണ്. ഇൻഷാ അല്ലാഹ് സെഷൻ്റെ ആമുഖം സംസാരിക്കുന്നതിന് ഉസ്താദിനെ ക്ഷണിക്കുന്നു. ആവശ്യത്തിനനുസരിച്ച് മുസ്തഫ ബുഖാരി ഉസ്താദ് സെഷൻ നിയന്ത്രിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വ ഹബീബിനൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഗുർറിൽ മയാമീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച ജീവിതവും സന്ദേശങ്ങളും സനാതനമാണ് എന്ന വിലാസത്തിൽ നിന്നുകൊണ്ടാണ്
നമ്മൾ സംസാരിക്കുന്നത്. ആമുഖത്തിൽ മൊഹീദ്ദീൻ ബുഖാരി വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളെ പരാമർശിച്ചു. ഒന്ന്, എക്കാലത്തെയും മനുഷ്യരുടെ അടിസ്ഥാന വിഷയങ്ങൾ സമാനമാണ് എന്നത്. രണ്ട്, പുതിയ കാല സമസ്യകളോടും പരിസരങ്ങളോടും സമരസപ്പെടാൻ മാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ സമ്പൂർണ്ണമാണ് എന്നതും. ഇതിലൊരു പൗരാണികതയുണ്ട്, ഒരാധുനികതയുണ്ട്. ഇസ്ലാമിക ദർശനങ്ങളുടെ മുഴുവനും സ്വഭാവം അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത വിശ്വാസം ഒന്നാണ്, അതിൽ വ്യത്യാസമില്ല. എന്നാൽ ശരീഅത്തുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്തോ ഒരു നവ്യതയെ കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് ശരീഅത്തുകളുടെ വ്യത്യാസങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് ശേഷം കാലങ്ങൾ മാറും, ഇനിയൊരു നബി വരാനില്ല. എക്കാലത്തെയും വരാനുള്ള മാറ്റങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം സമഗ്രമാണോ എന്ന ഒരു വിചാരത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. ഖാതമുൻ നബിയ്യീൻ എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരെയും പ്രവാചകത്വ പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വന്നു എന്ന് സാധാരണ നമ്മൾ പറയും. എന്നാൽ അതിന് മറ്റൊരു വിശദീകരണം കൂടിയുണ്ട്. ഇനി ഓരോ കാലത്തും ഒരു നബി വന്ന് പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന്. ഇന്നൊരു നബി വരികയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? അത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അന്ത്യനാൾ വരെയുള്ള ഓരോ കാലഘട്ടത്തിൻ്റെയും വ്യതിയാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആലോചിക്കുമ്പോഴും സമഗ്രതയുള്ള ദർശനത്തിൻ്റെ ഉടമയാണ് എന്നാണ് ഖാതമൻ നബിയ്യീൻ എന്നതിൻ്റെ ഒരു വിശദീകരണ തരം. അപ്പോൾ പൗരാണികതയും അടിസ്ഥാനവും ആധുനികതയും ഒരുപോലെ സമ്മേളിക്കുന്നതാണ് നമുക്ക് ഈ സൂക്തം പറഞ്ഞു തരുന്നത്. സാമൂഹികമായി അന്നുണ്ടായിരുന്നതിൻ്റെ പുതിയ പകർപ്പുകൾ പുതിയ ഭാവത്തിൽ ഇന്ന് വരുമ്പോൾ എങ്ങനെ ആകണം എന്ന ഒരു ചർച്ചയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മുസ്തഫ ബുഖാരി കൂടി ഇടപെടും, നമുക്ക് ചർച്ച തുടരാം. സാദ് ഇവിടെ പറഞ്ഞു വച്ച കാര്യം പഴയകാലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് മനുഷ്യ സമൂഹം എന്നും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. എന്നാൽ സാമൂഹികമായിട്ട് ഉണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ പുതിയ കാലത്ത് പുതിയ പേരിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വർഗീയതയും വംശീയതയും ഒന്നും പാടില്ല എന്ന് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുകയും അതിനു വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സംഘടനകൾ UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ വളരെ ശക്തമായ നിയമങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളുമൊക്കെ നൽകി. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ പുരോഗതി എന്ന അർത്ഥത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വംശീയവും വർഗീയവുമായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഈ സമയത്ത് അത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നേരിടണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാറൂഖ് സാദ് ഈ സെഷനിലുള്ളതുകൊണ്ട് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്കൊരു പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന സാഹചര്യം നമുക്കറിയാം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുള്ള ഒരാൾ നമ്മുടെ കേരളത്തിൽ വന്ന്
നമ്മുടെ കൂടെ കൂടുമ്പോൾ അയാൾ അനുഭവിക്കാൻ പോകുന്ന സാമൂഹികമായിട്ടുള്ള, ഇപ്പോഴും നമ്മുടെ ഭാഷ പറഞ്ഞ ബുള്ളിങ് എത്രയായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഹദീസിൽ പറയുന്നു, ആരോ ചോദിച്ചു, അതിൻ്റെ റിവായത്തിൽ കാണാം അത് അബൂജഹലാണ്. അബൂജഹൽ പറയുന്നുണ്ട്, ഖദ് അല്ലമക്കും നബിയുക്കും കുല്ല ഷൈ, നിങ്ങളുടെ നബി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഹത്തൽ ഖിറാഅ, നിങ്ങൾ ബാത്റൂമിൽ പോവേണ്ടതിൻ്റെ മര്യാദകൾ വരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നതിന് ഒരു പ്രത്യേക ട്യൂണുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നബി എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ മര്യാദകളൊക്കെ പഠിപ്പിക്കേണ്ടതാണോ, എന്താണ് ഈ നബിയുടെ ദൗത്യം എന്നൊരർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവരത്ഭുതപ്പെട്ടിരുന്നതാണല്ലോ അങ്ങാടിയിലൂടെ നടക്കുന്ന നബി. അവരുടെ കാഴ്ചപ്പാടിലൊരു പ്രവാചകനുണ്ടായിരുന്നു. അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുരുക്കിക്കെട്ടാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ ഇവിടെ ഒരു ആവശ്യപ്പെടുന്ന സൽമാൻ അൽ ഫാരിസി തങ്ങളെ അവഹേളിക്കുക കൂടി ചെയ്യുന്നത്. കാരണം അത്രയും പേർഷ്യ സാമ്രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്നത് ഈ ശൗചാലയത്തിൽ പോകേണ്ടതിൻ്റെ മര്യാദകൾ പഠിക്കാനാണോ എന്നുകൂടി ഈ ചോദ്യത്തിനൊരർത്ഥമുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇത്തരം വംശീയവും അതുപോലെ തന്നെ വർഗീയവുമായ ചോദ്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അതിന് പ്രതികരിക്കുന്നത് ഒരിക്കലും സഭ്യേതരമായ ഭാഷയിലല്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറയുകയും എന്നിട്ട് ബാത്റൂമിൽ കയറിയാലുള്ള ശൗചാലയത്തിൽ ചെയ്യേണ്ട മര്യാദകൾ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് അബൂജഹലിൻ്റെ മുന്നിലും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കഴുകേണ്ട രീതി എങ്ങനെയാണ്, എങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കണം, കല്ലുപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ, ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ ഭാഷയിൽ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഗീയമായോ വംശീയമായോ സംസാരിക്കുന്നിടത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട്, കൈകൾ രണ്ടും കൂട്ടിമുട്ടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ എതിരാളി ഉദ്ദേശിക്കാത്ത ഉത്തരങ്ങൾ പറയാൻ, അതേസമയം തന്നെ അതൊരു പ്രബോധനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സമാനമായ സാഹചര്യങ്ങൾ ഒരുപാട് നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്നു. അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ പരിഹസിക്കുന്ന സമയത്ത്, കളിയാക്കുന്ന സമയത്ത് അതേ ഭാഷയിൽ ഉരുളക്കുപ്പേരിയാണോ പറയേണ്ടത്? അല്ല, കുറച്ചുകൂടി മാന്യമായ ഭാഷയും നമ്മുടെ ഐഡൻറ്റിറ്റിയും കൈവിടാത്ത രൂപമാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിലും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ രീതി ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കും. ഇവിടെ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സന്ദേശം, ഇന്നും എന്നും അന്നും പ്രസക്തിയുള്ളൊരു കാര്യം, മനുഷ്യനെ ഒരേകകമായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന ഒരു മൂല്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും സംബോധന ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഷുഊബൻ വ ഖബായില എന്ന് പറഞ്ഞാൽ അന്നുള്ള ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിക്കും. ഗോത്രങ്ങളായും ജാതികളായും വേർതിരിച്ചുകൊണ്ടുള്ള സാമൂഹിക പ്രതിസന്ധിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഏതെങ്കിലും ഒരു തിയറി വെച്ചുകൊണ്ടല്ല. എല്ലാ സെക്റ്റിലെയും എല്ലാ ഗ്രൂപ്പിലെയും എല്ലാ ഡിവിഷനുകൾക്കും അതീതമായി മനുഷ്യകുലത്തെ ഒന്നായി മുന്നിൽ ഇരുത്തി പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യൻ ഒന്നാണ് എന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു. അങ്ങനെ ഒരു വീക്ഷണം മുന്നിൽ വെച്ചുകൊണ്ട് പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു മിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് എല്ലാ രാജ്യത്തും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ്? മതപരമാണോ? അല്ല. രാഷ്ട്രീയമാണോ? അല്ല. വർണ്ണവിവേചനവും വർഗവിവേചനവുമാണ് ഇതിൻ്റെ അടിസ്ഥാന റൂട്ട്. ഇന്ന് യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ജൂതർക്ക് ഗസ്സക്കാർ അന്യരാകുന്നത്?
അവർ മനുഷ്യരാണെന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് യമനിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നത്? കബീലകൾ തമ്മിൽ യോജിക്കാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് സിറിയയിൽ കലാപങ്ങൾ അടങ്ങാതിരിക്കുന്നത്? അടിസ്ഥാനം അതുതന്നെയാണ്. ഈജിപ്തിലെ രാഷ്ട്രീയ അസ്ഥിരത പലപ്പോഴും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ശരിക്കൊരു റൂളിംഗ് പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക രാഷ്ട്രീയത്തിനോ ഒന്നും ഇടപെടലില്ല. അവിടെയും മനുഷ്യൻ അവൻ്റേതല്ലെന്ന് നിർണ്ണയിക്കാവുന്ന ചില ആന്ത്രപ്പോളജിക്കൽ കാരണങ്ങളെ അവൻ കണ്ടെത്തുകയാണ്. എൻ്റെ ജാതിക്കാരനല്ല. ലോകത്തിപ്പോഴും ഏറ്റവും കൂടുതൽ സംഘട്ടനങ്ങൾ നടക്കുന്നത് ഈ ഖബായിലുകൾ, വർഗങ്ങൾ, മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യൻ തന്നെ കൽപ്പിച്ച നിറത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ കൽപ്പിച്ച ഉച്ചനീചത്വങ്ങൾ കൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഗ്രന്ഥമാണ് മാതാ ഖസ്റുൽ ആലം ബിൻ ഹിത്താത്തുൽ മുസ്ലിമീൻ എന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഒരു ആഗോള വീക്ഷണം പറയുന്നുണ്ട്, ഗ്രന്ഥകർത്താവ്. അവിടെ ഓരോ അറബ് രാജ്യങ്ങളും അസ്ഥിരപ്പെടാനുള്ളതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഇത് ഒരു നിറഭേദങ്ങളുടെയും ഗോത്രഭേദങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ്. അവ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വരുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉള്ള കമ്മ്യൂണിറ്റിയിൽ വ്യത്യസ്ത മനുഷ്യവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മുഴുവനും ഒന്നായി അവതരിപ്പിക്കുന്ന ഒരു സമത്വ വീക്ഷണത്തെ പ്രായോഗികമായി പ്രസൻറ്റ് ചെയ്തു. അത് അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രം തയ്യാറായാൽ ആ രാഷ്ട്രത്തിൽ യുദ്ധം ഉണ്ടാവില്ല. ആ രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യേണ്ടി വരില്ല. യുദ്ധം ചെയ്യുന്ന രാഷ്ട്രത്തെയും തിരുത്തി കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ അന്നത്തെ ഒരു ഇഷ്യൂ വെച്ചുകൊണ്ട് ഷുഊബൻ വ ഖബായിലോ ഒക്കെ പറഞ്ഞതാണ്. ഇന്ന് ലോകത്തെ മുഴുവൻ രാഷ്ട്രീയം നോക്കിയാലും അങ്ങനെയാണ്. ഞങ്ങളൊരിക്കൽ മൊറോക്കോയിൽ റബാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള വലിയൊരു പണ്ഡിതനെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു. എല്ലാവർക്കും ലോകത്ത് അറിയുന്നൊരു പണ്ഡിതനാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനാക്കി. ഞങ്ങൾ ചോദിച്ചു, എന്തായിരിക്കും ഇത്? അറിയപ്പെടുന്ന ഒരു പണ്ഡിതനെ ഈ നാട്ടിലെ ഒരു മുസ്ലിം വിഭാഗം ആളുകൾ, അദ്ദേഹത്തിൻ്റെ വിലാസം അറിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസ് വിജ്ഞാനവും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും സ്പീച്ചസും ഒക്കെ ഒരുപാടുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ കൂടെയുള്ള ആ നാട്ടുകാരനോട് ചോദിച്ചു, എന്താണിത്? അത് അയാളുടെ ഗോത്രക്കാരനല്ല. ഒരു ഗോത്ര വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരാളുടെ വൈജ്ഞാനിക സ്വീകാര്യതയെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിരാകരിക്കുക. അതുപോലെ ഞങ്ങളൊരിക്കൽ അൾജീരിയയിൽ ചെന്നപ്പോൾ ഓർഗല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലം ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചു. സേഫല്ല എന്ന് പറഞ്ഞു. എന്തേ കാരണം? ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നേരിട്ട് യാത്രകളിൽ അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച നിതാന്തമായ ദർശനങ്ങളുടെ ഒരു അടിസ്ഥാനമാണ് മനുഷ്യനെന്ന നിലയിൽ ഒന്നായി കാണാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കുക. എല്ലാ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരമാണത്. അത് പ്രായോഗികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചു തന്നു. ഇസ്ലാമിലെ ഓരോ സിസ്റ്റവും അതിനെ പ്രകാശിപ്പിക്കുന്നു. ആരാധനാകർമ്മങ്ങളും ജമാഅത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇസ്ലാം ഏത് സിമ്പിളായ കാര്യത്തെയും പരാമർശിക്കുന്നു. അതുകൂടി മുസ്തഫ ബുഖാരി കൊണ്ടുവന്നു. ഒരിക്കൽ യൂറോപ്യൻ ടൂറിസ്റ്റുകളിൽ നിന്നൊരു സംഘം ജാമിഉൽ അസ്ഹറിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഒരു ദർസ് നടക്കുന്നു. ആ ദർസിൽ ചർച്ച ചെയ്യുന്നത് വെള്ളത്തെക്കുറിച്ചാണ്. അൽമാഉ തഹൂർ, ശുദ്ധമായ വെള്ളം, മലിനമായ വെള്ളം, ശുദ്ധീകരിക്കാവുന്ന വെള്ളം, ത്വാഹിറായ വെള്ളം. അപ്പോൾ ഇവർ ഇതെന്തൊരു പുതിയ ചർച്ചയാണ്. വിശേഷം യൂറോപ്പിൽ അങ്ങനെ കൂടുതൽ ശുചീകരണത്തിനൊന്നും വെള്ളം ഉപയോഗിക്കുന്ന നാട്ടുകാരല്ല. യൂറോപ്യൻ കൾച്ചറിൽ നമ്മളെ ഫിജിയിലെ ബുഖാരിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വാഷ്റൂമിൽ പോയാൽ വെള്ളം ഉണ്ടാവില്ല, പേപ്പറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബുഖാരിയൊക്കെ അത് ശീലിച്ചിട്ടുണ്ടാവും.
അപ്പോൾ ഏതായാലും അങ്ങനെയാണ് അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിനേക്കാൾ വിരിപ്പൊക്കെ വിരിച്ച ടോയ്ലറ്റുകളായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക, കാരണം അവിടെ നനയൂല. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ളൊരു നാട്ടുകാരാണ് വന്നിട്ട് വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ച കേൾക്കുന്നത്. കുറേ നേരം സൂക്ഷിച്ച് നിന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, വെള്ളത്തെക്കുറിച്ചാണ്. എന്താണ് വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ഇത്രയും ഗഹനമായി പറയാൻ? മനുഷ്യൻ വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലഭ്യമാകുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അത് ശുചീകരണത്തിന് പറ്റുമോ ഇല്ലേ. അത് നിങ്ങൾക്ക് ഇത്രയും അഡ്വാൻസ്ഡായിട്ട് ഈ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞത്? ഈ പാഠപുസ്തകം ഏതാണ്? അപ്പോൾ പറഞ്ഞു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ തുടർച്ച. അപ്പോൾ നമ്മൾ കാണുന്ന ഇസ്ലാമിലെ സിമ്പിളായ പാഠങ്ങൾ പോലും അത് ലളിതമല്ല, അതിൽ വലിയൊരു ഹൈജീനിക്കായിട്ടുള്ള അല്ലെങ്കിൽ ശുചീകരണ വിചാരങ്ങളുള്ള മനുഷ്യനെ മനുഷ്യനായി തൊടുന്ന സന്ദേശങ്ങളുണ്ട് എന്നാണ് അതിൽ നാം വായിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിചാരങ്ങളാണെങ്കിലും പ്രായോഗിക ജീവിതമാണെങ്കിലും എക്കാലത്തേക്കും നമുക്ക് പ്രയുക്തമാണ് എന്നതിൻ്റെ ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. മൊയ്തീൻ ബുഖാരിക്ക് എന്തോ ഇടപെടാനുണ്ടാവും. ഹദീസിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ കാര്യത്തിൽ തന്നെ പെട്ടെന്നൊക്കെ വന്നപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം, അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പറയുന്നൊരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അറിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടു കൂടിയാണ് അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞങ്ങളുടെ ഗോത്രം താമസിച്ചിരുന്നത് മരുഭൂമിയിലെ വെള്ളമുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അതിലൂടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മക്കയിൽ നിന്നുള്ള യാത്രക്കാരോട് ഞാനിങ്ങനെ അന്വേഷിക്കും മക്കയിലെ വാർത്ത എന്താണ്. അപ്പോൾ അവർ പറയും, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിന് അന്ന് 6 വയസ്സാണ് പ്രായം, കൂടുതൽ പ്രായമൊന്നുമില്ല. അപ്പോൾ ഓരോ യാത്രക്കാരോടും കിട്ടുന്ന വിവരങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയുന്ന, എൻ്റെ പിതാവ് ആണ് ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് ആദ്യമായിട്ട് മുസ്ലിമായത്. തിരിച്ചു ഉപ്പ വന്ന് ഞങ്ങളുടെ ഗോത്രത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ജനങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഹിജറ സംഘം മദീനയിലേക്ക് വന്നു. മദീനയിൽ ജമാഅത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ഒരാളാണ് ഇമാമ നിൽക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഗോത്രത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടിൽ ജമാഅത്ത് നടത്താൻ വേണ്ടി പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം അറിയുന്നത് എനിക്കാണ് എന്ന് അംർ ഇബ്നു സലമ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ 6 വയസ്സുകാരനാണ്. എന്താ കാര്യം? വരുന്ന ഓരോ യാത്രാ സംഘത്തിൽ നിന്നും കിട്ടുന്ന ആയത്തുകൾ, കിട്ടുന്ന സൂറത്തുകളുടെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ടവരന്നിങ്ങനെ കുറച്ച് പഠിക്കാൻ. അപ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളും അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞതും ഖുർആനും ഒക്കെ ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ആ ഗോത്രത്തിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നത് 6 വയസ്സുകാരനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിനാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത്. ഏറ്റവും ചെറിയ കാര്യത്തിൽ ഇസ്ലാം ഇടപെടുന്നത് എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ 6 വയസ്സുകാരനാണ് ഖുർആൻ പാരായണം കൂടുതൽ അറിയുന്നത് എന്നതുകൊണ്ട് അദ്ദേഹം അവിടെ ഇമാമ നിൽക്കട്ടെ എന്നാണ് അന്നത്തെ ആളുകൾ തീരുമാനിക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ നിയമവും. പിന്നെ അതിനെക്കുറിച്ച് ഒരു തുടർച്ച പറയുന്നുണ്ട്. നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദരിദ്രരാണെന്ന്, ഗോത്രവർഗ്ഗക്കാരും പാവങ്ങളുമായ ആളുകളാണ്. അപ്പോൾ ആകെ ശരീരത്തിലുള്ളതൊരു വിരിപ്പാണ്. ആ വിരിപ്പ് ഒരു ചേല ചുറ്റിയിട്ടാണ് നിസ്കരിക്കുന്നത്. പിറകിൽ നിന്ന് നോക്കിയാൽ പലപ്പോഴും നിസ്കരിക്കുന്ന ഇമാമിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണും, ഔറത്ത് തന്നെ കാണുന്ന രൂപത്തിലുള്ള. അപ്പോൾ പിറകിൽ നിന്ന് നിസ്കരിച്ച ഒരാൾ ഒരിക്കൽ പറയുണ്ടായി, നിങ്ങൾ നമ്മുടെ ഇമാമിന് പറ്റിയ ഒരു ഡ്രസ്സ് ആർക്കും വാങ്ങിക്കൊടുക്കാൻ വയ്യേ എന്ന് ചോദിക്കും. അപ്പോൾ ആളുകളെല്ലാം അവർ പൈസ ശേഖരിച്ച് ഒരു ഖമീസ് ബഹുമാനപ്പെട്ട അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിന് വാങ്ങുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയായ ആൾക്ക് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച സമ്മാനമാണത്. അങ്ങനെ അവരുടെ ഇമാമായിട്ട് മാറുന്നത് ഈ കൊച്ചുകുട്ടിയാണ്. മനുഷ്യനെ മനസ്സിലാക്കുന്നിടത്ത് അതിന് ഗോത്ര പ്രമുഖൻ അല്ലെങ്കിൽ ഗോത്രത്തലവനായ ഞാൻ ഇമാമ നിൽക്കാം എന്നാർക്കും പറയാൻ അവസരമില്ല.
അറിവുള്ളവൻ എത്ര ചെറിയവനാണെങ്കിലും പരിഗണിക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള ഒരു സവിശേഷത പരിശുദ്ധമായ ഇസ്ലാം അവർക്ക് കൈമാറുകയും അതിനനുസരിച്ചൊരു സമൂഹത്തെ, നേരത്തെ വർഗത്തിൻ്റെയും അതുപോലെ തന്നെ ഗോത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഗോത്ര മൂപ്പന്മാരുടെയും ഒക്കെ പോരിമകൾ പറഞ്ഞിരുന്നൊരു സമൂഹം കേവലം 6 വയസ്സുകാരൻ്റെ പിറകിൽ ഈ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പാകപ്പെടുത്തുന്നതിൻ്റെ അതിനല്ലേ ശരിക്കും നമ്മൾ ഏതേത് കാലത്തും വൈജ്ഞാനികമായിട്ടുള്ള ഇടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് അറിവാണ് എന്ന് പറഞ്ഞാൽ ഈ അറിവുള്ളവൻ അതെത്ര ചെറിയ ആളാണെങ്കിൽ പോലും അയാൾ പരിഗണിക്കപ്പെടുകയും അദ്ദേഹത്തിന് മഹത്വം കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹിതമായ കാഴ്ച ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അവിടെ ഇങ്ങനെ സംഗ്രഹിക്കാൻ പറ്റുമെന്ന് തോന്നുകയാണ്. നമുക്ക് ഇതിൻ്റെ മറ്റു വശങ്ങളിലും കൂടി ചർച്ച കടന്നു പോവാം. മാനങ്ങളെക്കാൾ മൂല്യങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ മൂല്യങ്ങളെക്കാൾ മാനങ്ങളെയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ആരാണ് എന്നതിനേക്കാൾ വേണ്ട മൂല്യങ്ങൾ എന്താണ് എന്ന ഒരു വിചാരങ്ങളില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യത്വം എന്ന മൂല്യത്തെ മുന്നിൽ വെച്ചു. എവിടുത്തുകാരനാണ്, ആരുടെ മകനാണ് എന്നിടത്തൊക്കെയല്ല നോക്കിയത്. അയാൾ മനുഷ്യനാണോ എന്ന്, അയാളിൽ മൂല്യങ്ങളുണ്ടോ എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ വിടാതെ കൊണ്ടു നടക്കും. അപ്പോൾ ഈ ചെറിയ കുട്ടി എന്താ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ സ്വഹാബികൾക്ക് തന്നെ സംശയം. അപ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വൈജ്ഞാനികമായി പ്രതിസന്ധിയുള്ള കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയാൻ, അതിന് നിവാരണം പറയാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ കൊണ്ടു നടന്നത് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ പേരിലാണ് എന്ന്. അപ്പോൾ ഇത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു അടിസ്ഥാന മൂല്യത്തിൽ നിന്നുകൊണ്ടാണ്. മൂല്യങ്ങളിലേക്ക് നോക്കുക. മനുഷ്യനും സമൂഹവും ഒക്കെ മൂല്യങ്ങളെ പരിഗണിക്കുമ്പോൾ ഉച്ചനീചത്വങ്ങളെ മാറ്റിവെക്കാൻ കഴിയും. അങ്ങനെ ഒരു സമൂഹ സൃഷ്ടി ഉണ്ടാവുക എന്നത് ഇക്കാലത്തും നമ്മുടെ നാട്ടിൽ തന്നെയും പല സെക്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന കാലം. നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് നോക്കിയാൽ ബ്ലാക്ക് ലിറ്ററേച്ചർ എന്നൊരു കറുത്ത സാഹിത്യം കാണാൻ പറ്റും. മലയാളത്തിൽ ഒറ്റപ്പെട്ട കറുത്ത രചനകളുണ്ടെങ്കിലും അങ്ങനെ പൊതുവായി ഒരു സാഹിത്യധാരയെ കീഴാളൻ്റെ സാഹിത്യം, കറുത്തവൻ്റെ സാഹിത്യം എന്നൊക്കെ ഒറ്റപ്പെട്ടതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇങ്ങനെ നിറം നോക്കിയിട്ടുള്ള ലിറ്ററേച്ചർ ഉള്ളത് പാശ്ചാത്യ ലോകത്തായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ കീഴാളൻ്റെ സാഹിത്യങ്ങൾ പഠിച്ചവരാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ. യൂണിവേഴ്സിറ്റികളിൽ പാഠപുസ്തകമാണ് അങ്ങനെ തന്നെ. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ഇസ്ലാമിൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരെയും സമന്വയിപ്പിച്ച സാഹിത്യങ്ങൾ. ചിലപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രഖ്യാപിക്കുന്ന ഒരാൾ ആരാണെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയപ്പെടാത്ത ആൾ വരെയും ഒരു ഉന്നത പദവിയിലേക്ക് വരും. അപ്പം അങ്ങനെ മൂല്യങ്ങളിലേക്ക് നോക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് നബിദർശനങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചപ്പാടുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനം. ഇപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് മനുഷ്യരെ തമ്മിലുള്ള വൈവിധ്യങ്ങളെ സമീപിക്കുന്നിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ലോകത്തെ എല്ലാ കാലത്തെയും എല്ലാ സമൂഹത്തിലെയും പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നും അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പരിഹാരം നിർദ്ദേശിക്കുകയല്ല പ്രാക്ടിക്കലി കാണിച്ചു തരികയും ചെയ്തത് എന്നതാണ്. മനുഷ്യാനുഭവങ്ങളിൽ ഒരു വശമാണ് അത്. ഇനി നമ്മൾ മറ്റൊരു ആംഗിളിലേക്ക് വന്നാൽ, നമ്മൾ ഇന്നത്തെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമ്മൾ ഒരു പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന വംശീയതയും വർഗീയതയും എന്നതൊക്കെ. മറ്റൊന്ന്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ചുള്ള ഈ ഒരു പുതുതലമുറയുടെ അക്രമവാസന, അല്ലെങ്കിൽ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നിരന്തരം കാണുന്ന പുതുതലമുറയോ പഴയതോ എന്ന് ഇല്ലാത്ത വിധത്തിലുള്ള അക്രമങ്ങൾ ഇങ്ങനെ നിരന്തരം വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോലെ ദൈനംദിനം അക്രമങ്ങളുടെ വാർത്തകൾക്കായി പേജുകൾ നീക്കി വെക്കുന്ന, അത് ഒരു
സ്വാഭാവികതയായി മാറിയിരിക്കുന്ന ഒരു അന്തരീക്ഷം. സത്യത്തിൽ ഇതിന് സമാനമായ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ജാഹിലിയ കാലത്തും ഉണ്ടായിരുന്നത്. മനുഷ്യൻ്റെ രക്തത്തിന് വിലയില്ലാത്ത, മനുഷ്യൻ്റെ അഭിമാനത്തിന് വിലയില്ലാത്ത നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കൊല്ലുകയും കൊല്ലിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ഒരു പുതിയ വേർഷൻ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. പല സമൂഹങ്ങളിലും ഈ അക്രമവാസന വളരെ വ്യാപകമാണ്. അത് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ അക്രമം വ്യാപകമാണ്. ഇന്ത്യയേക്കാൾ സേഫ്റ്റി കുറഞ്ഞ രാജ്യമാണ് അമേരിക്ക പല ഇടങ്ങളിലുമെന്നാണ്. അമേരിക്കയിൽ പോകുന്ന വിദേശികൾക്ക് പല പോക്കറ്റുകളിലും ഇന്ത്യയിൽ കിട്ടുന്ന സേഫ്റ്റി പോലും കിട്ടാത്ത വിധത്തിലുള്ള അക്രമ വാസന ഒരുപാട് തരം മനുഷ്യർ ജീവിക്കുന്ന നാടാണല്ലോ, ഉണ്ട് എന്നാണ് പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ പ്രശ്നം വളരെ കൂടുതലുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ഈ അക്രമവാസന, വ്യക്തികളിൽ തന്നെയുള്ള അക്രമവാസന, അതുപോലെ രക്തത്തെയും അക്രമത്തെയും നോർമലൈസ് ചെയ്യുന്ന ഈ പ്രവണത, ഇതിനെ എങ്ങനെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അഡ്രസ്സ് ചെയ്തത്? അത് ഇന്നത്തേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഉള്ളൊരാലോചന സാധ്യമാണെന്ന് തോന്നുന്നു. ഇത്തരം വിഷയങ്ങളെ വേരുകളിൽ നിന്ന് മനസ്സിലാക്കി വേരുകളിൽ ചികിത്സിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ എപ്പോഴാണ് ലഹരിയും ഇത്തരം കാര്യങ്ങളുമൊക്കെ വ്യാപകമാകുന്നത്? അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ ഇത്രയും വ്യാപകമായി ലഹരിയും ലഹരി പദാർത്ഥങ്ങളും പുതിയ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരന് തോന്നിയതല്ലല്ലോ ഇന്ന് കള്ളുപിടിച്ചേക്കാന്ന്. സമൂഹം അങ്ങനെ ഫ്രെയിം ചെയ്ത് അവനെ കൂടി എത്തിച്ചതാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് പൗരന്മാരിൽ കുറേ ആളുകളെങ്കിലും ലഹരിക്കടിമയാകണം എന്ന് ആരോ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു കാരണമാണ്. മൊയ്തീൻ ബുഖാരി അതിൽ ഇടപെട്ട് വിശദീകരിക്കും. ഞാൻ അതിൻ്റെ ഒരു തുടർച്ച പറഞ്ഞു പോവാം. ഒരു സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നത് എപ്പോഴും ഭരണകൂടങ്ങളുടെ താല്പര്യമായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ രാജ്യത്തിൻ്റെ വിഷയങ്ങളെ പഠിക്കാതെ പൗരന്മാർ മയങ്ങിക്കിടക്കുമ്പോഴേ ഭരണകൂടങ്ങൾക്ക് അജണ്ടകൾ നടപ്പിലാക്കാനാവൂ. അപ്പോഴൊക്കെ പല വിധത്തിലുള്ള അഡിക്ഷനുകളിലേക്ക് ജനങ്ങളെ എത്തിക്കും. ചിലപ്പോൾ ലഹരിയിലായിരിക്കും. ലഹരിയിൽ ആണ്ട ഒരു യൂത്ത് ഒരിക്കലും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യില്ല. അവരുടെ സമ്പത്ത് നഷ്ടപ്പെടും, ബോധം നഷ്ടപ്പെടും. ചില രാജ്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് ബാധ്യതക്കാരാക്കി പൗരന്മാരെ മാറ്റാനാണ്. അതിന് ചില രാജ്യങ്ങൾ പ്രയോഗിച്ചൊരു രീതിയുണ്ട്. രാജ്യത്തെ എല്ലാവർക്കും ലോൺ കൊടുക്കുക. വീട്, റോഡ്, വീട്, വാഹനം, ഭീമമായ ലോൺ ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ 25 വർഷം 30 വർഷമൊക്കെ ആ ലോൺ തിരിച്ചടക്കാൻ വേണ്ടിയുള്ള സമരത്തിലായിരിക്കും. അവർക്ക് പൊളിറ്റിക്സ് ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഭരണകൂടങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയും. ഇത്തരം ചില വേരുകൾ വർത്തമാനകാല ലഹരി വ്യാപനത്തിൽ പല പ്രദേശങ്ങളിലും ഇത്തരം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിചാരങ്ങളിലൂടെ കരുതിക്കൂട്ടി നാടിനെ ലഹരിവൽക്കരിക്കുക എന്ന ചിന്തയുണ്ടോ എന്ന് ന്യായമായും ആലോചിക്കേണ്ടി വരികയാണ്. ഇതിനൊരു സമാനതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിൻ്റെ പ്രബോധനം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തൗഹീദിനേക്കാൾ അവർക്ക് പ്രശ്നമായി തോന്നിയത് അവിടുത്തെ ചില ചൂഷണങ്ങൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചതാണ്. അതിൽ ഒന്നായിരുന്നു അടിമ ഉടമ വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും മുതലാളിത്ത വിചാരങ്ങൾക്കെതിരെയാണല്ലോ വിപ്ലവകാരികൾ ഉയർന്നു വരിക. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്ക് തൗഹീദ് മാത്രം സംസാരിച്ചാൽ അത്രത്തോളം സമൂഹം ബോയ്ക്കോട്ട് ചെയ്യുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, ബിലാലും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹുമ സമന്മാരാണെന്ന്. ഒന്ന് ഖുറൈശിയാണ്, ഒന്ന് അടിമയാണ്. ഇത് അറബികൾക്ക് സ്വീകരിക്കാൻ ഒരു നിലക്കും പറ്റൂല. കാരണം അവരുടെ വലിയ വരുമാന മാർഗമായി കണ്ടിരുന്നത് അടിമക്കച്ചവടമാണ്.
അവരുടെ ആഢ്യത്വമായി കണ്ടിരുന്നത് അടിമകളുടെ സാന്നിധ്യമാണ്. അവിടുത്തെ മുതലാളിമാരൊക്കെ ഒരുപാട് അടിമകളുള്ളവരായിരുന്നു, വെപ്പാട്ടികളെ കൊണ്ട് സുഖിച്ചിരുന്നവരായിരുന്നു. അപ്പോൾ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിനെ, അവിടെയുള്ള ചില ചൂഷണങ്ങളെ, അവിടെയുള്ള ചില മാനവിക പ്രശ്നങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടപ്പോഴാണ് അവർക്ക് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രിയരായി മാറിയത്. തൗഹീദ് എന്ന ആദർശം ഒരു ഭാഗത്തുണ്ട്. ആ ആദർശം മാത്രമാണെങ്കിൽ നേരിടേണ്ടി വരാത്ത അത്രയും വലിയ സംഘട്ടനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ഏത് കാലത്തെയും മേൽക്കോയ്മയുള്ള ആളുകൾ ഏതെങ്കിലും വിധേന ജനങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ആധുനിക രൂപമാണ് ലഹരി വ്യാപിപ്പിക്കുക എന്നത്. ചില കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പുകളുടെ ലക്ഷ്യമായിരിക്കും. ഇനി ഒരു ലഹരിമുക്ത സമൂഹത്തെ ഉണ്ടാക്കാനുള്ള ഒരു പ്രായോഗികമായി തെളിയിക്കാനോ, ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരു ലഹരിമുക്ത ക്യാമ്പയിൻ വിജയിപ്പിക്കുകയും അത് 1500ഓളം കൊല്ലം നിലനിർത്തുകയും ചെയ്ത ഒരു ഉദാഹരണം വേറെ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കത് പുതുമ തോന്നാത്ത എന്താണ്? നമ്മൾ പണ്ട് മുതലേ വഴല് പറഞ്ഞ് കേൾക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ്. നമ്മളതിനെ ഒരു ഹിസ്റ്ററിക്കലായി പഠിച്ചു നോക്കൂ. വേറെ ഏത് കമ്മ്യൂണിറ്റിയിലാണ് ഏതെങ്കിലും ഒരു വിപ്ലവകാരി ആ നാട്ടിലുണ്ടായിരുന്ന ലഹരി അഡിക്റ്റുകളെ മാറ്റിക്കൊണ്ടുവരികയും അത്തരം പ്രദേശങ്ങളിൽ ഇന്നുവരെയും ലഹരി വരാതിരിക്കുകയും ചെയ്ത മദീനയെപ്പോലെ, മക്കയെപ്പോലെ ഒരു പ്രദേശത്തെ അന്നത്തെ ആശയമേറ്റെടുത്ത കോടിക്കണക്കിന് ജനങ്ങൾ ആ ക്യാമ്പയിനിൽ നിന്ന് ബോധവൽക്കരണം സ്വീകരിച്ചതിൻ്റെ പേരിൽ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ, ഇങ്ങനെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആ പദമൊന്നും പ്രയോഗിച്ചാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഇന്ന് ലോകത്ത് മദ്യപിക്കാത്ത കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ എവിടെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മദ്യനിരോധനം നടപ്പിലാക്കി. 1400 കൊല്ലം കഴിഞ്ഞു. പിന്നെ ഇന്ന് വരെയും അവിടെ മദ്യം ഉപയോഗിച്ചിട്ടില്ല. നിയമം കൊണ്ട് മാത്രമല്ല, ജനങ്ങൾക്കത് വേണ്ട എന്ന മനോഗതിയിലേക്ക് കൂടി എത്തിച്ചു. അവിടെ മദ്യം കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ മദീനക്കാർക്ക് ആർക്കും പരാതിയില്ല. ഞങ്ങൾക്കിവിടെ മദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നേ വരെ മദീനയിലെ ഒരു കാലത്തെയും ജനങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ക്യാമ്പയിൻ വിജയിപ്പിച്ച ഒരു നവോത്ഥാനത്തിൻ്റെ വിലാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ആരെയാണ് നമുക്ക് പറയാനുള്ളത്? അപ്പോൾ ആധുനിക സമൂഹത്തിന് ലഹരിമുക്ത പരിപാടികൾ പലതും നടക്കുന്നുണ്ട്. ആ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ലോകത്തെ ഏത് രാഷ്ട്രീയത്തിലെ സംസ്കാരത്തിലെ ആളുകൾക്കാണെങ്കിലും ഇങ്ങനെ ഒരു മോഡൽ ചരിത്രത്തിലുണ്ട്. ഇങ്ങനൊരു എക്സാമ്പിൾ എന്ന് പറയാൻ വേറെ ഇത്രയും എഫക്റ്റീവായ, ഇത്രയും ലോങ് ലൈഫുള്ള ഒരു ക്യാമ്പയിൻ വേറെയില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡും ഇന്ന് അപ്ലിക്കബിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലഹരി അഡിക്റ്റായിട്ടുള്ള ഒരാളെ ഒറ്റയടിക്ക് നീ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അവനെ ക്രമേണ അവനെ മാറ്റിക്കൊണ്ടുവരിക എന്ന രീതിയാണ് മറ്റുള്ള പലതിൽ നിന്നും നബി സല്ലല്ലാഹു ഹറമല്ലാഹു റിബ, പലിശ ഹറാമാക്കി. ഒറ്റയടിക്ക് ക്ലോസ്, വൺ ടൈം സെറ്റിൽമെൻറ്റാണ്. അതേസമയത്ത് ലഹരി അങ്ങനെയല്ല. ഒരാൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അയാളെ മാറ്റിക്കൊണ്ടുവരാൻ കുറേ പണിയാണ്. അയാളെ സാവധാനം മാറ്റി കൊണ്ടുവന്ന് പരിപൂർണതയിലേക്ക് എത്തിക്കണം. അപ്പോഴേ നിങ്ങളുടെ ഡി അഡിക്ഷൻ സെൻറ്റർ വിജയിക്കുള്ളൂ എന്നാണ്. ഇനി ഡി അഡിക്ഷൻ ചെയ്യപ്പെട്ട ആളുകളെ അവർക്കിനി ഒരു ലഹരിമുക്ത കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കണം. 99 ആളുകളെ കൊന്ന ആളെക്കുറിച്ച് പറയുന്ന ഹദീസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ആരും ഇവിടെ ഉണ്ടാവില്ല. അവസാനം അയാളോട് എന്താ പറഞ്ഞത്? നീ നിൻ്റെ പഴയ സൊസൈറ്റിയിൽ ജീവിക്കരുത്. ജീവിച്ചാൽ നീ വീണ്ടും ആ അക്രമവാസനയിലേക്ക് പോകും. നീ അതുകൊണ്ട് നല്ലവരുള്ള മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നീ മൈഗ്രേറ്റ് ചെയ്യണം. എല്ലാ ഡി അഡിക്ഷൻ സെൻ്ററിലെയും ഡോക്ടേഴ്സ് നമ്മൾ കൊണ്ടുപോയ രോഗിയെ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളെ തിരിച്ചുവിടുമ്പോൾ പറയും, ഇനി അയാളെ പഴയ കൂട്ടുകാരിലേക്ക് പോകാതെ നോക്കണം കേട്ടോ. പഴയ കൂട്ടുകാരോടെ കൂടിപ്പോയാൽ വീണ്ടും അയാൾ ലഹരി ഉപയോഗത്തിലേക്ക് തിരിച്ചു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പഴയകാല ഉദാഹരണങ്ങളാണ്. അക്രമം ചെയ്തിരുന്ന ഒരാളെ അയാൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നന്നായപ്പോൾ നീ നാട് വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞു. നല്ലവരുടെ നാട്ടിലേക്ക്, വേറൊരു സൗഹൃദത്തിലേക്ക്. അപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ കുട്ടികൾ
സൗഹൃദത്തിലൂടെ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നു. അവരെ ട്രീറ്റ് ചെയ്യുക, അവരെ മാനസികമായി പരിവർത്തിപ്പിക്കുക, എന്നിട്ട് നല്ല സൗഹൃദത്തിലേക്ക് എത്തിക്കുക. ഇതാണ് ഇന്നും നമുക്ക് പ്രയോഗിക്കാനുള്ളത്. വേറെ എന്താണ്? മെഡിസിനുകളൊന്നും 100% വിജയിക്കണില്ല. അവരെ മെൻറ്റാലിറ്റി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മെൻറ്റാലിറ്റി മാറ്റിയെടുത്തിട്ട് സ്വയം മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടാളത്തെ വിട്ടിട്ടല്ല മദീനയിലെ ലഹരി പദാർത്ഥങ്ങൾ തട്ടിമറിച്ച് കളഞ്ഞത്. അവരെ ഗ്രാജ്വലി അവരെ മൈൻഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം പറഞ്ഞു നിഷിദ്ധമാണെന്ന്. അപ്പോൾ ഓരോ കടക്കാരും അവരുടെ കടയിലുണ്ടായിരുന്ന ലഹരി പദാർത്ഥങ്ങളെ അവർ സ്വയം തട്ടിമറിച്ചു. നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ്? നമ്മൾ പോലീസുകാർ കയറും, അല്ലെങ്കിൽ പട്ടാളക്കാർ കയറും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കയറും, എന്നിട്ടത് പിടിച്ചുകൊണ്ട് പോരും, അല്ലെങ്കിൽ തട്ടിമറിച്ച് കളയും. ഇതങ്ങനെയല്ല. അവർക്ക് സ്വയം തിരിച്ചറിവുണ്ടാക്കിയിട്ട് സമുദ്ധാരണം നടത്തി. ഇങ്ങനത്തെ മോഡലുകളെ വേറെ ലോകത്തിൽ നമുക്ക് ഉദ്ധരിക്കാനുണ്ടാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനങ്ങളുടെ സാർവകാലികത്വത്തെ നമുക്ക് കൂടുതൽ ഉജ്ജ്വലമായി പറയാനുള്ള ഉദാഹരണങ്ങളാണിതെല്ലാം. വേരുകളിൽ നിന്ന് വേണം ചികിത്സ എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ വ്യക്തമായൊരു സംഗതിയാണത്. കാരണം ഇന്നിപ്പോൾ നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണല്ലോ, പത്രത്തിൽ വരുന്ന വാർത്തകൾ വെറുതെ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങളൊരു പഠനത്തിന് വിധേയമാക്കാം. അതിൽ വരുന്ന എല്ലാ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ 2 തരത്തിൽ കുറ്റകൃത്യം ഉണ്ട്. ഒന്ന് സാങ്കേതികമായി മാത്രം കുറ്റകൃത്യമായ കാര്യങ്ങളുണ്ടാവും. ഗവൺമെൻറ് ഇന്ന് നിയമം പാസ്സാക്കിക്കൊണ്ട് കുറ്റകൃത്യം, നാളെ നിയമം മാറിയാൽ കുറ്റമല്ലാതാവും. കൊറോണ കാലത്ത് മുഖംമൂടി വെക്കൽ നിർബന്ധമായിരുന്നു, അപ്പോൾ അത് വെക്കാതിരിക്കൽ കുറ്റകൃത്യമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേക്കുറിച്ചല്ല, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ, അധർമ്മ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒക്കെ ന്യൂസ് എടുത്തിട്ട് ജസ്റ്റ് ന്യൂസിലെ വരികളിൽ പറഞ്ഞ കാര്യം, വരികൾക്ക് പിറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വരികളിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ മിക്കവാറും കുറ്റകൃത്യങ്ങളിലൊക്കെ ഒന്നുകിൽ ലഹരിയുടെ, മദ്യത്തിൻ്റെയോ അതല്ലാത്ത ലഹരിയുടെയോ സാന്നിധ്യം, അല്ലെങ്കിൽ അവിഹിത ലൈംഗികതയുടെ സാന്നിധ്യം, ഈ രണ്ടാലൊന്ന് നമുക്കവിടെ കാണാൻ പറ്റും. മിക്കവാറും കേസിൽ 2 ഉണ്ടാവും, ഇല്ലെങ്കിൽ 1 ഉണ്ടാവും. ഇത് രണ്ടുമല്ലാത്ത കേസ് പിന്നെ ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു ഭൂരിപക്ഷം കേസുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണമെങ്കിൽ ഇത്രയും കേസുകൾ ഞങ്ങൾ പരിശോധിച്ചു, അതിൻ്റെ വാർത്തയിൽ പറഞ്ഞതിൽ തന്നെ, അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിക്കാതെ തന്നെ അതിനകത്ത് അവിഹിത ലൈംഗികതയുടെ അല്ലെങ്കിൽ ലഹരിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2 വാതിലും വേരിൽ നിന്ന് മുറിച്ച് കളയാണ് റസൂലുള്ളാഹി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് അതിൻ്റെ പരിഹാരം എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പം മദീനയിലെ ഉദാഹരണം ഉസ്താദ് പറഞ്ഞു. ശരിക്കും ലോകതലത്തിൽ തന്നെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരികൾ ഉപയോഗിക്കുന്നതിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങളുടെ ശതമാനം വളരെ കുറവാണ്. കേരളത്തിൽ തന്നെ മദ്യോപയോഗത്തിൽ നമ്മളെങ്ങനെ പറഞ്ഞാലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം ആപേക്ഷികമായി വളരെ ചെറുതാണ്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ചില പുതിയ ചർച്ചകളുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിലങ്ങനെ ഒരു അപവാദം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും അവിടെ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ആഗോളമായി നമ്മൾ ശ്രദ്ധിച്ചാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിച്ച, അന്ന് വേരറുത്ത വേരിന് ഇന്നും ഈ കമ്മ്യൂണിറ്റിയിൽ വേര് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ കമ്മ്യൂണിറ്റി അതിൽ നിന്ന് ഇത്രയെങ്കിലും സുരക്ഷിതമായിരിക്കാനുള്ള കാരണം. അപ്പോൾ വേരറുക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ അവിഹിത ലൈംഗികത, അതാണ് ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പ്രേരണയായി നടക്കുന്ന പല കൊലകളുടെയും പലതരം പ്രശ്നങ്ങളുടെയും പിന്നാമ്പുറത്ത് ഒരു അവിഹിത ലൈംഗിക ബന്ധത്തിൻ്റെ, ലൈംഗിക താല്പര്യത്തിൻ്റെ, അതല്ലെങ്കിൽ ലൈംഗികതയിലേക്ക് എത്തുന്ന മുന്നേയുള്ള കാമത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്നത്തെ ഒരു വലിയ സാമൂഹിക പ്രശ്നം കൂടിയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയത്തെ കൂടെ ഉസ്താദ് അഡ്രസ്സ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കും. ഇവിടെ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും വലിയ വിശാല ചർച്ചാ തലങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. സമയപരിമിതിയിൽ നിന്നുകൊണ്ട് ചെറിയ സൂചനകളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രശ്നങ്ങളെയും കറക്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കണം കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ലഹരിയിൽ നിന്ന് ആളുകളെ മുക്തമാക്കിയത് പ്രായേണ അവരെ ബോധവൽക്കരിച്ച് അവർ സ്വയം തന്നെ തിരിച്ചറിഞ്ഞ് അവരതിൽ നിന്ന് മുക്തരായി മാറാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. എന്നാൽ ലൈംഗികതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ വഴിവിട്ട ലൈംഗികതയിലേക്ക് പോകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ലാ തഖറബുസ്സിന,
വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ വഴിക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് ഇടപെടുന്നത് ഒരു പൊടുന്നനെ ആയിരിക്കില്ല. ശാരീരികമായി സംസർഗത്തിൽ ഏർപ്പെടുക എന്നത് പെട്ടെന്നുണ്ടാകുന്നൊരു പ്രക്രിയ അല്ല. അതിന് ചില ആമുഖങ്ങളുണ്ടാകും. ആമുഖങ്ങളെല്ലാം ശരിയായാൽ പിന്നെ അയാളെ തടഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് പോവരുത്. നിങ്ങൾ അവിഹിതമായ ഒരു ലൈംഗിക വിചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംസാരങ്ങൾ ഉണ്ടാവരുത്, സ്പർശനങ്ങൾ ഉണ്ടാവരുത്, സഹകരണങ്ങൾ ഉണ്ടാവരുത്, നോട്ടങ്ങൾ ഉണ്ടാവരുത്, കേൾവികൾ ഉണ്ടാവരുത്. അങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരാൾ ലൈംഗികമായ വേഴ്ചയ്ക്ക് വിധേയമാക്കുക എന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ബലാത്സംഗം എന്നൊക്കെ പറയുമെങ്കിലും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കണ്ടു, കേട്ടു, സംസാരിച്ചു, ചാറ്റ് ചെയ്തു, ക്രമേണ വിധേയപ്പെട്ടു എന്ന അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് അതിൻ്റെ കവാടത്തിലേക്ക് പോലും നിങ്ങൾ പോവരുത് എന്നാണ്. കാരണം സാധ്യതകൾ ഒരുങ്ങിയാൽ പിന്നെ അയാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവൻ മനുഷ്യൻ്റെ പ്രകൃതി, അവൻ അരുതായ്മയിലേക്ക് പോകാനുള്ള സാധ്യതകൾ, ഇതിനെയെല്ലാം കൃത്യമായി വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സംസാരിച്ചത്. അവിടെയും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നൊരു ഹിസ്റ്ററി ഉണ്ട്. ഇങ്ങനെ ഒരു സദാചാര വിചാരം പോലുമില്ലാത്ത വാപ്പ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ആ സ്ത്രീയെ തന്നെ മകനും കല്യാണം കഴിക്കുന്നു. അത്രമേൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇണയാക്കി കൊണ്ട് നടക്കുന്നു. അവിടെ അങ്ങനെ വ്യവസ്ഥാപിതമായ കല്യാണമൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് എനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ അവിഹിതമായി നോക്കാൻ പോലും പാടില്ല എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് അന്നത്തെ പരസഹസ്രങ്ങളെയും ഇന്നത്തെ പരകോടികളെയും എത്തിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. എങ്ങനെയാണത് സെൻറ്റൻസ് വൽക്കരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ആഴം, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എവിടെ നിന്ന് കാണാൻ കഴിയും? യൂറോപ്പിലേക്ക് പോയ ഒരു പാരമ്പര്യ ഹിന്ദു കുടുംബത്തിലൊരു സഹോദരിയുണ്ട്. അറബ് ന്യൂസിൽ ഒരിക്കൽ വന്നൊരു ന്യൂസാണത്, ഒരു സ്റ്റോറി. അവരാദ്യം യൂറോപ്പിൽ ചെന്നപ്പോൾ ഇവിടെ നല്ല സ്വാതന്ത്ര്യമാണല്ലോ, നമ്മുടെ നാട്ടിലാണല്ലോ. ഇവിടെ പൗരാണിക ഹിന്ദു കുടുംബങ്ങളിലും വേഷത്തിനും സഹകരണത്തിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അവിടുന്ന് പോയൊരു സഹോദരിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ വരുന്നവരെ കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെ അവൾ അന്നത്തെ ഒരു പശ്ചാത്തലമൊക്കെ പറഞ്ഞു. ഇവിടെ വളരെ സ്വതന്ത്രമാണല്ലോ, വലിയ സ്വാതന്ത്ര്യമാണ്, എല്ലാവരോടും ഇടപെടാം, ക്ലബ്ബുകളിൽ പോകാം, പബ്ബുകളിൽ പോകാം. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. ഇത് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർ നോക്കി ഇനി ഏറ്റവും സെക്യൂറായ ഒരു സംവിധാനം എവിടെയാണ്. അങ്ങനെ ഒരു ഓരോ ദർശനങ്ങളെയും പഠിച്ചു അത്രേ, പഠിച്ചു നോക്കി. കാരണം ശരിക്കും ബുദ്ധിമതിയായ ഒരു സ്ത്രീ മനസ്സിലാക്കാണ്, ഈ ലിബറലിസം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന രംഗപ്രവേശനങ്ങളുടെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യമല്ല, പുരുഷന്മാർക്ക് എവിടെയും സ്ത്രീകളെ കിട്ടാൻ വേണ്ടി പുരുഷന്മാർ നിർമ്മിച്ച ഒരു ഡോമിനേറ്റഡ് സിസ്റ്റമാണ് എന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ നോക്കി ഏറ്റവും സെക്യൂറായൊരു ദർശനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു, ഏറ്റവും സെക്യൂറായൊരു സംഹിതയെ ഞാൻ കണ്ടെത്തി എന്നവർ തിരിച്ചറിയുന്നു. അപ്പോൾ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ ആ ഒരു അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു ത്വര ഇന്നും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങളുടെ മൈൻഡിൽ നിലനിൽക്കുന്നത് അന്നത്തെ ഒരു വിപ്ലവത്തിൻ്റെ ധ്വനിയാണ്. ഇന്നും അത് റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ അവിഹിതങ്ങളെ കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക, അനാവശ്യങ്ങളിലേക്കുള്ള വഴിയിലേക്ക് എത്താതിരിക്കുക എന്നതാണ്. നമുക്ക് ഉസ്താദിൻ്റെ വർക്കിലേക്ക് വരാൻ തോന്നുന്നു. പറഞ്ഞു വന്ന കാര്യം തന്നെ ഇപ്പോൾ ഉസ്താദിൻ്റെ പുസ്തകത്തിൽ അതുപോലെ തന്നെ ട്വീറ്റിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം മദീനയിലെ സാമൂഹികമായിട്ടുള്ള മനോഹരമായ ചിത്രങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഉസ്താദുകൾ ലഹരിയെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സാമൂഹിക തിന്മ, വലിയൊരു തിന്മയായിരുന്നു പലിശ. പലിശയിൽ ശരിക്കും പറഞ്ഞാൽ മദീനയുടെ ചിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് അറബികൾ, മദീനയിലെ അറബികൾ അവർ നൊമാഡിയൻസ് ആയിരുന്നു, നാടോടികൾ. ഈ നാടോടികൾ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ജീവിക്കുകയും അന്നന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുകയും അന്നന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്നു.
അങ്ങനെ ഉണ്ടായിരുന്ന ഈ രണ്ട് ഔസ് ഖസറജ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങൾ അവർ മദീനയിൽ ഇങ്ങനെ സെറ്റാവുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു നാടോടികളായി സഞ്ചാരികളായി ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ കുറേ ഭക്ഷണ പാർപ്പിട സൗകര്യങ്ങളിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കും. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുകയും അവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് വരുമ്പോൾ അവർക്ക് സാധിക്കാതെ വരികയും സ്ഥിരമായി താമസിക്കുമ്പോൾ അങ്ങാടികളിൽ നിന്നും മറ്റുമൊക്കെ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം അവർക്കുണ്ടാകുന്നു. അങ്ങനെയാണ് മദീനയിലെ ജൂതന്മാർക്ക് അവർ കടപ്പെടുന്നത്. മദീനയിലെ ജൂതന്മാർ സമ്പന്നന്മാരായിരുന്നു. അവർ ഈ ഔസിനും ഖസറജിനും പലിശക്ക് പണം കടം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പല ഭക്ഷ്യ വസ്തുക്കളുമൊക്കെ ഈ പലിശക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ സെറ്റിലായിട്ടുള്ള ഈ ഔസ് ഖസറജ് ഗോത്രങ്ങൾ ശരിക്ക് ജൂതന്മാരുടെ അടിമകളായി മാറുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, പലിശക്കെതിരെ പ്രഖ്യാപനങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ പലിശപ്പണം കൊണ്ട് ആധിപത്യവും അധീശത്വവും നേടിയിട്ടുള്ള ജൂതന്മാർക്ക് സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാവും. കാരണം അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള പാവങ്ങളായ ആളുകളെ അടക്കി ഭരിക്കാൻ വേണ്ടി വരുന്നിടത്തൊരു വിമോചകൻ എന്ന് പറയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ പലിശയോട് നിങ്ങൾ അടുക്കാൻ പാടില്ലെന്നും കഴിഞ്ഞതെല്ലാം വിട്ടേക്കുകയെന്നും അതിൻ്റെ ക്യാപിറ്റൽ മൂലധനം മാത്രം സ്വീകരിക്കണമെന്നും ഒക്കെ പറഞ്ഞ് പിന്നീട് ആ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സകാത്തും സദഖയും അതുപോലെ തന്നെ ഒരു രാഷ്ട്ര സംവിധാനം വന്നപ്പോൾ ബൈത്തുൽ മാലും എല്ലാം ശരിയാക്കി കൊടുക്കുന്ന ഒരു സംവിധാനത്തോട് സ്വാഭാവികമായിട്ടും ചൂഷണ സ്വഭാവത്തിലിരിക്കുന്ന ഒരു വിഭാഗത്തിന് എന്തുകൊണ്ടും പ്രശ്നങ്ങളുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഈ ട്വീറ്റിൽ നിന്ന് അതുപോലെ തന്നെ ഉസ്താദിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ അറിഞ്ഞത് വൈകാതെ തന്നെ മലേഷ്യയിൽ നിന്ന് അതിൻ്റെ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ വളരെ വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ വളരെ പ്രയാസകരങ്ങളായിട്ടുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളിലൊക്കെ വളരെ നല്ലൊരു മറുമരുന്നായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് മനോഹരമായി വായിക്കാൻ പറ്റും. ആ പുസ്തകത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ കൂടി ഉസ്താദ് വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നതിൽ പുതിയ കാലത്ത് പലരും പരാജയപ്പെടുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നടക്കുന്ന പല വിവാദങ്ങളും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉസ്താദ് ഈ ട്വീറ്റ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും നമുക്കൊരു മാതൃകയാണിത്. എന്താണ് ഈ ട്വീറ്റിൻ്റെ ഒരു പശ്ചാത്തലമെന്നും അതിനെ പ്രേരിപ്പിച്ചത് എന്നും അത് ഇന്ന് അൽഹംദുലില്ലാഹ് വോള്യങ്ങളുള്ളൊരു പുസ്തകമായി മാറുന്നതിൻ്റെ പശ്ചാത്തലവും ശരിക്കും മലയാളത്തിലൊരു വിശദമായ സീറത്തുൻ നബി ഇല്ല. നേരത്തെ ഉള്ള സാധനങ്ങൾ ഒന്നുകിൽ ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ വായനക്കാരായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രാൻസ്ലേഷനുകളാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. ട്രാൻസ്ലേഷനുകൾ ചിലതെങ്കിലും നമ്മുടെ പൂർണ്ണമായ അഹ്ലുസുന്നയുടെ ആശയമുള്ളവരല്ല എന്നതിൻ്റെ പരിമിതികളും അതിനുണ്ട്. പിന്നെ സീറ എഴുതി തുടങ്ങിയ 2 പേർ അടുത്ത കാലത്ത് അത് രണ്ടും പൂർത്തിയായില്ല. ഒന്ന് ആശയവ്യതിയാനം സംഭവിച്ച ഒരു പണ്ഡിതൻ്റേതായിരുന്നു, അതോടുകൂടി അങ്ങനെ അഡ്രസ്സില്ലാതെ പോയി. മറ്റൊന്ന് ആദരണീയരായ PMK ഫൈസി ഉസ്താദിൻ്റെ വർക്കായിരുന്നു. അത് ഉസ്താദ് തുടങ്ങി അല്പദൂരം മുന്നോട്ട് പോയതിന് ശേഷം ഉസ്താദിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗമുണ്ടായി. ഉസ്താദിൽ നിന്നുകൂടെ ഒരു സ്പാർക്ക് സ്വീകരിച്ച ആദ്യകാല വിദ്യാർത്ഥിത്വമുള്ള ഫാറൂഖ് ഉസ്താദ് ഈ ഒരു ട്വീറ്റിൻ്റെ പശ്ചാത്തലവും അൽഹംദുലില്ലാഹ് ഇന്ന് ഇതുവരേക്ക് മലയാളത്തിൽ വന്ന ഏറ്റവും വലിയ തിരുനബി സീറയിലേക്ക്, തിരുനബി ചരിത്രം അതുപോലെ അവിടുത്തെ പാഠം ഓൾറെഡി പ്രസിദ്ധീകരിച്ച കണക്കിന് തന്നെ മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു വന്ന ഏറ്റവും വലിയ സീറയായി മാറിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൽ നിന്നുള്ള ചില പാഠങ്ങളും നമ്മളോട് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യും. അത്തരമൊരു രചനയുടെ ഒരു പശ്ചാത്തലം പുസ്തകങ്ങളുടെ ആമുഖത്തിൽ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പല കാലങ്ങളിലും ആക്ഷേപങ്ങൾ ഉയർന്നു വരും. അതിനിയും ഉണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചാക്കിയാലേ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ കഴിയുള്ളൂ എന്നതുകൊണ്ടാണ്. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നുപൂർ ശർമ്മ മീഡിയയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ ആക്ഷേപിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മീഡിയ പേഴ്സൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മളെ പ്രവാചക നിന്ദയ്ക്കെതിരെ എന്നുള്ള പരിപാടി പല സ്ഥലത്തും ഉണ്ടായി.
അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് ഒരു വൈജ്ഞാനികമായി സർഗാത്മകമായി ഒരു പ്രതിരോധമുണ്ടാക്കാൻ കഴിയുക? ശരിക്ക് നമ്മുടെ പ്രവാചക നിന്നക്കെതിരെയുള്ള റാലികളും നമ്മുടെ പ്രകടനങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. പക്ഷെ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതൊരു ഒരർത്ഥത്തിലൊരു വൈകാരികമായ പ്രതിഷേധം കൂടിയാണ്. അവ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് സുബുക്കി ഇമാമിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ചവരുണ്ട്. അന്ന് സുബുക്കി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി, അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ ശതമർ റസൂൽ. അത് ഇബ്നു തൈമിയ്യയുടെയും കൂടി കാലമാണ്. അദ്ദേഹവും എഴുതിയിട്ടുണ്ട് അസ്സാരിമുൽ മസ്ലൂൽ അലാ ഷാത്തിമിർ റസൂൽ. അപ്പോൾ ഏതു കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആക്ഷേപങ്ങൾ വന്നപ്പോൾ അതിന് പ്രതിസ്വരങ്ങളായ രചനകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കശാഫിനെക്കുറിച്ച് വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതിയിട്ട് കണ്ടു. സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു കശാഫ് വായിക്കുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ചെറുതാക്കി കാണിക്കുന്ന പ്രയോഗങ്ങൾ കണ്ടു. അപ്പോൾ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു കശാഫ് അങ്ങോട്ട് മാറ്റിവെച്ചു. അൽ ഇൻകിഫാഫ് അൻ ഇഖ്റാഇൽ കശാഫ് എന്നൊരു ഗ്രന്ഥം എഴുതി. കശാഫ് അങ്ങനെ വായിക്കരുത് എന്ന് പറയാൻ, കശാഫ് ഒരു റിപ്പോർട്ട് പ്രകാരം കശാഫ് വായിച്ചു കൊടുക്കുകയായിരുന്നു ജമഖ്ശരിയുടെ ഖുർആൻ വ്യാഖ്യാനം. ജമഖ്ശരി പിന്നെ ശരിയായ ആശയത്തിലേക്ക് വന്നില്ല എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. ഏതായാലും ജമഖ്ശരിയുടെ കശാഫ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഉചിതമല്ലാത്ത പ്രയോഗങ്ങൾ കാണുന്നു. ഉടനെ സുബ്കി ഇമാം ആ കിതാബ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതാണ് അൽ ഇൻകിഫാഫ്. അങ്ങനെ സമാനമായ ഒരുപാട് രചനകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുല്ലാ ഖാനിൽ ബറൈൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുകൾ അങ്ങനെ ഓരോ കാലത്തുണ്ടായിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ടവരുടെ പല ഗ്രന്ഥങ്ങളുടെയും പശ്ചാത്തലം, എൻ്റെ 700-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് ഇമാം അഹ്മദുല്ലാ ഖാൻ തങ്ങൾ. പല ഗ്രന്ഥങ്ങളുടെയും പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ ബിദ്അത്തുകാർ ഉയർത്തിയ സംശയങ്ങളോ ഒക്കെ ആയിരിക്കും. അൽ അംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫ ലിദാഫിഇൽ ബല എന്ന് പറയുന്ന കിതാബ് എഴുതുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് സ്വലാത്തു താജ് ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം എന്ന വിഷയം വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു ദാഫിഉൽ ബല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞുകൂടാണ്. അപ്പോൾ ഉടനെ ഒരു കിതാബ് എഴുതി. അതിൻ്റെ 200 പേജുള്ള അറബി ഗ്രന്ഥമാണ് അൽ അംനു വൽ ഉലാ ലിനാഇത്തിൽ മുസ്തഫ ബിദാഫിഇൽ ബല. അപ്പോൾ അതൊരു വലിയൊരു വൈജ്ഞാനികമായ പ്രതിരോധമാണ്. അങ്ങനെ അൽഹംദുലില്ലാ കൊല്ലം ത്വയ്ബ സെൻറ്ററിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആലോചിച്ചു എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറച്ച് ദിവസം എഴുതുക. എന്താണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, ആരാണ് എഴുതേണ്ടതെന്ന് അപ്പോഴും നമുക്ക് നിശ്ചയമില്ല. ഉദ്ദേശിച്ച തീയതി എത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു ഞാൻ തന്നെ എഴുതി തുടങ്ങാം. അങ്ങനെ അൽഹംദുലില്ലാ ഇന്ന് 1052 ദിവസങ്ങളായി അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ എഴുത്ത് തുടരുന്നുണ്ട്. ഒരു വർഷത്തേക്ക് തുടങ്ങിയതാണ്. ഇന്ന് 1052ാമത്തെ ട്വീറ്റാണ് പോസ്റ്റ് ചെയ്തത്. അത് പിന്നീടത് ഗ്രന്ഥരൂപത്തിലായി 5 വള്ളിയും മലയാളവും 3 വള്ളിയും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് രണ്ടും ഒരു 10 വള്ളിയും വീതം ആകും പ്രസിദ്ധീകരിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ പല ചെറിയ രചനകളും ഉണ്ടായിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഈ രചന നൽകുന്നൊരു സന്ദേശമുണ്ട്. ഓരോ അധ്യായങ്ങളും ചെറുതാണെന്നുള്ള ഒരു സന്ദേശമാണ്. ഇപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുൽ ഖൗഫിനെ കുറിച്ചാണ്. അതിനെ ഇന്നത്തെ പൊളിറ്റിക്സിനോട് ചേർത്ത് വെച്ചും ഇന്നത്തെ ട്രെയിൻ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്താൽ വലിയൊരു വോള്യം ആവും. പക്ഷേ അതിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പോയാൽ പറ്റൂല എന്നതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ നമുക്ക് പിന്നീട് പഠിക്കാമെന്ന് ചോദിച്ചിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ഓരോ അധ്യായത്തിന് എന്തുണ്ട്, ഒരു സമഗ്രതയുണ്ട്. അതിൽ നിന്ന് പഠിച്ചു പോകാനുള്ള വഴികൾ, എങ്ങനെയാണ് ഒരു ജീവിതം ഇങ്ങനെയൊക്കെ ആയി വന്നത് എന്നിങ്ങനെ ചിലപ്പം വളരെ മൈക്രോ ലെവലിലുള്ളൊരു പോയിന്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ വലിയൊരു ദാർശനികമായ വിഷയത്തിൽ എടുത്തു പറയാൻ ഇങ്ങനെ തുള്ളിച്ചാടാൻ തോന്നും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചിലപ്പോൾ നമുക്ക് കാണാം ഈ ഒരു പതിപ്പ് ലോകം ഇപ്പം അങ്ങോട്ട് വായിച്ചാലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ളൊരു വലിയ അത്ഭുതങ്ങളുടെ ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വായന. നമ്മളെല്ലാവരും നന്നായി വായിക്കണം. ആ വായിക്കുന്തോറും മനസ്സിലാവും നമ്മൾ വായിച്ചത് ഒട്ടുമായിട്ടില്ല എന്ന്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരാൾ ഇൽമിൻ്റെ ആദ്യ 4 വായിക്കുമ്പോൾ ഞാൻ തന്നെയാണ് വലിയ ആലിമെന്ന് വിചാരിക്കും.
അടുത്ത ഒരു കാൽഭാഗം കൂടി വായിക്കുമ്പോൾ എന്നെക്കാൾ കുറച്ച് ആലിമീങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാവും. പിന്നീട് മുക്കാൽ ഭാഗം വായിച്ചു കഴിയുമ്പോൾ എനിക്കിനിയും ഒരുപാട് കാലം സഞ്ചരിക്കാനുണ്ടെന്ന് തോന്നും. അവസാനത്തെ 4 വായിക്കുമ്പോൾ ഞാനൊന്നും അറിയാത്ത ആളാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പഠിക്കും തോറും തോന്നും ഇത് നമ്മൾ തീർത്തും ഈ വിഷയത്തിൽ ജാഹിലാണെന്ന്. അങ്ങനെ നമ്മൾക്ക് വിവരമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അല്ലേ, ഉസ്താദിൻ്റെ എഴുത്തായിട്ട് ബന്ധപ്പെട്ട ചില സ്വകാര്യതകൾ കൂടെ ചോദിക്കാമെന്ന് കരുതുന്നു. ഉസ്താദിൻ്റെ ചുറ്റുപാടിൽ നിന്നുള്ളവരിൽ നിന്ന് മനസ്സിലായത് ഇത് ഏറെക്കുറെ ഉസ്താദ് തന്നെ എഴുതിയതാണ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒറ്റ ദിവസവും മുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ, യാത്രകൾക്കിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് എഴുതി കൊണ്ടുപോകുന്നത് ആരെങ്കിലും സ്റ്റാഫിനെ വെച്ചിട്ടാണോ അല്ല ഉസ്താദ് തന്നെ എഴുതുകയാണോ എന്നുള്ളത് കുട്ടികൾക്കൊരു മെസ്സേജ് ആയിരിക്കും എന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരായ ആളുകളോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും മുടങ്ങി ഞങ്ങൾ എന്നെ താങ്ങി തരേണ്ടി വരും, കാരണം പല പണികളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് കൂടി തരേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് വരെ 1052 വരെയുള്ള ഇന്ന് പോസ്റ്റ് ചെയ്ത ട്വീറ്റ് വരെയുള്ള ഒരു ട്വീറ്റിലും ഒരക്ഷരം പോലും വേറൊരാളെ കൊണ്ട് എഴുതിച്ചിട്ടില്ല എന്നത് അള്ളാഹു തആല തന്നൊരു നിഅമത്ത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി നാളത്തത് അള്ളാഹു ആലം. നാളെ രാവിലെ എഴുതിയാൽ എഴുതിയെന്ന് പറയാൻ പറ്റും. ഓരോ ദിവസവും ഇങ്ങനെ എഴുതാറാണുള്ളത്. അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതുകൊണ്ട് ഇപ്പം അങ്ങനെ അതൊരു സംഗതിയായിട്ട് ഇങ്ങനെ തോന്നാറൊന്നുമില്ല. നമ്മൾ സാധാരണ സുബഹിസ്കരിക്കുന്നു, പിന്നെ അടുത്ത വായിക്കുന്നു, അല്ലെങ്കിൽ എഴുതുന്നു എന്നതുപോലെ അതൊരു ദിനചര്യയുടെ ഭാഗമായി മാറി എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഒരാഴ്ചക്കുള്ളത് ഒന്നിച്ച് എഴുതി വെക്കുന്നതല്ല എന്നാണ്. നാളത്തെ ഇതുവരെ എഴുതിയിട്ടില്ല. നാളെ സുബഹി കഴിഞ്ഞിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ 1053 ഞാൻ തന്നെ എഴുതുമോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിനെ അറിയുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്ക് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇത്ര വലിയൊരു വർക്ക് എങ്ങനെയാണ് ലളിതമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇൻ്റലക്ച്വൽ ഹാർഡ് വർക്ക് ഉണ്ട്, മെൻ്റൽ ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ എഴുത്ത് എന്നത് ഓരോ ദിവസത്തെ ഒരു ദിനചര്യയുടെ ഭാഗമായി എങ്ങനെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നതിൻ്റെ ഒരു പാഠം കൂടെ പഠിക്കേണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സെഷൻ മുസ്തഫ ഉസ്താദ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു ബർക്കത്തായിരിക്കുന്ന വേറെ ഒരു വിഷയമായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമെന്നോ എനിക്കൊരിക്കലും പ്രതീക്ഷയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതൊരു വലിയ വേറിട്ട ഒരു മുഅ്ജിസത്തിൻ്റെ പ്രമേയമാണല്ലോ. അത് ആ മുഅ്ജിസത്തുകൾ, ഇപ്പോൾ ഖുർആൻ്റെ മുഅ്ജിസത്ത് ഇന്ന് നിലനിൽക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഹിഫ്ളാക്കുന്നതിലൂടെയാണ്. ചിലപ്പം വേറൊരു പുസ്തകം ഹിഫ്ളാക്കാൻ പറഞ്ഞാൽ ആ കുട്ടികൾക്ക് സാധിക്കില്ല. അപ്പോൾ ഖുർആൻ്റെ മുഅ്ജിസത്ത് അല്ലാഹു തആല നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളുടെയും മനസ്സിൽ ഖുർആൻ പൂർണ്ണമായിട്ടും മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നതിലൂടെ ഇവിടെ നിലനിൽക്കുന്നു. എന്നതുപോലെ സീറയുടെ നിലനിൽപ്പ് നമ്മളൊക്കെ വായിക്കുന്നതിലൂടെയും എഴുതുന്നതിലൂടെയും അള്ളാഹു നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ചിലർ വായിക്കുന്നു, ചിലർ എഴുതുന്നു, ചിലത് പഠിക്കുന്നു. അത് സീറയുടെ ഒരു മുഅ്ജിസത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയാനാണ് അതിൻ്റെ ശരി എന്ന് മനസ്സിലാക്കുന്നു. ഈ പരിപാടി നമുക്ക് ഉപസംഹാരം ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഓർത്തു പോകുന്നത്, ഉസ്താദ് അവർ ഇവിടുന്ന് ക്യാമ്പസിൽ നിന്ന് പോകുന്ന സമയത്ത് അവസാനം കിതാബുകളൊക്കെ കെട്ടി കൊണ്ടുപോകുന്നതിൻ്റെ 1-2 ദിവസം മുന്നേ ഒരിക്കൽ സംസാരിച്ചത് ഓർക്കുന്നു. അപ്പം നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മാത്രം 500 ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് ഉസ്താദ് അവർ പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് ബിരുദധാരിയായി ഇറങ്ങുന്നൊരു സമയത്തുള്ള സാഹചര്യമാണ്. അപ്പോൾ എത്രത്തോളം വിശാലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനം. അന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നമുക്ക്, എന്നെപ്പോലെ ഒരാൾക്ക് ശരിക്കൊരു വലിയ പർവ്വതത്തിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നൊരു അനുഭൂതിയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ തന്നെ കയറിപ്പറ്റാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ കഴിഞ്ഞ ഭാഗങ്ങൾ ഒരുപക്ഷെ നമുക്കൊക്കെ ഇപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എപ്പോൾ കണ്ടാലും ഏത് സമയത്തും സീറ വായിക്കുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളും പ്രചോദകങ്ങളായി പറഞ്ഞു തരുന്ന ഒരു ശൈലി നമുക്കൊക്കെ വളരെ വലിയ പ്രചോദകമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവനകരായാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.